ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പുകാവ് പൂരമഹോത്സവം തുടക്കമായി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പൂരാഘോഷത്തിൽ തിങ്കളാഴ്ച ആർപ്പും ആരവുമായി ഭഗവതിയുടെ പണിമക്കളുടെ വേലവരവ് നടന്നു. തട്ടകത്തെ വിവിധ ദേശങ്ങളിൽ നിന്നും നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രമൈതാനിയിലേക്ക് എത്തിച്ചേർന്നു. തെയ്യവും തിറയും കാളകളിയും ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങൾ ഉത്സവപ്രേമികളുടെ കണ്ണും മനസ്സും നിറച്ചു. തുടർന്ന് വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളമ്പാട്ട് നടന്നു. പൂരദിവസമായ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവയ്ക്കു ശേഷം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണി മുതൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. തുടർന്ന് 2:30 ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത മേളകലാകാരന്മാരായ കോട്ടക്കൽ രവി, നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രാമാണ്യത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രമൈതാനിയിൽ എത്തിച്ചേരും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളത്തിന് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. തട്ടകത്തെ 18 ദേശങ്ങളിൽ നിന്നായി 46ഓളം തലയെടുപ്പുള്ള ഗജരാജന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കുക. കരിയഴകിന്റെ മസ്തകത്തിൽ തിടമ്പേറ്റി താളമേള വാദ്യവിസ്മയം തീർക്കുന്ന പൂരമഹോത്സവം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് പറപ്പൂക്കാവിലേക്ക് ഒഴുകിയെത്തുക. ജില്ലാ ഭരണകൂടം അനുമതി നിരസിച്ച വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയതോടെ ഈ വർഷത്തെ പൂരാഘോഷം അവിസ്മരണീയമാകും. കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, പഞ്ചമദളകേളി, കാവടിവരവ് എന്നിവയുണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ശാന്തി, ഇയാൽ, രാജു എന്നിവർ കാർമ്മികത്വം വഹിക്കും. പൂരാഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. പറപ്പുകാവ് ഭഗവതി ക്ഷേത്രോത്സവം വെടിക്കെട്ടിന് അനുമതി. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള മുൻകരുതലിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുമതി നിരസിച്ചിരുന്നത്. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കൈക്കൊണ്ടത്. അഗ്നിശമന വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പര്യാപ്തമായ 7 മീറ്റർ വഴിയില്ലാത്തതിനാൽ അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുവാനുള്ള ഭൗതിക സാഹചര്യമില്ലെന്ന കണ്ടെത്തലാണ് വെടിക്കെട്ട് നിരസിക്കുന്നതിലേക്ക് നയിച്ചത്. പൊതുജന സുരക്ഷ മുൻനിർത്തിയാണ് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിരസിച്ചതെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ദേവസ്വം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ച് വെടിക്കെട്ട് നടത്തുവാനുള്ള അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. പറപ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 31 വൈകിട്ട് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുവാനാണ് ഹൈക്കോടതി അനുമതി ലഭിച്ചിരിക്കുന്നത്.